തുടർ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിട്ടും ആശാസമരത്തോട് മുഖം തിരിച്ചിരിക്കുകയാണ് സർക്കാർ. സമിതിയെ നിയോഗിച്ച് പഠനം നടത്തിയ ശേഷം മതി ഓണറേറിയം വർധനമെന്ന നിലപാടിലാണ് സർക്കാർ. അതേസമയം ആശമാരുടെ രാപ്പകൽ സമരം 55 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഒരു രീതിയിലും ആശാ സമരത്തോട് യോജിച്ചു പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആശമാർക്ക് വേണ്ട പരിഗണന നൽകില്ല എന്ന ഉറച്ച നിലപാടിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്ന് വേണ്ട ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. കാരണം സമിതിയെ നിയോഗിച്ച് പഠനം നടത്തിയ ശേഷം മതി ഓണറേറിയം വർധനം എന്ന നിലപാടിലാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ ഉള്ളത്. ദേവിക, അത് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. മൂന്നാം വട്ട ചർച്ച, മന്ത്രിതല ചർച്ച നടന്നിരുന്നു. മൂന്നാം വട്ട മന്ത്രിതല ചർച്ച നടന്നെങ്കിൽ പോലും അത് ഫലം കാണാതെ പോയി. തുടർന്നും ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഈ സമരസമിതി സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ഈ തുടർ ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചതിന് പിന്നാലെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടികളും പിന്നീട് ഉണ്ടായിട്ടില്ല. അനുകൂല പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 3 ദിവസം അതും പിന്നിടുന്നു. ഈ ദിവസങ്ങൾ എത്രയും പിന്നിടുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു അനുകൂല നടപടികളും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നത്. കാരണം സർക്കാർ ഈ ചർച്ചയ്ക്ക് തയ്യാറല്ല. ഇനി ചർച്ച വേണ്ട എന്നൊരു നടപടി തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം നേരത്തെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെ ഒരു സമിതി അന്വേഷിക്കും. ആ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അനുസരിച്ചായിരിക്കും ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നൊരു തീരുമാനമാണ് കഴിഞ്ഞ ഈ മന്ത്രിതല ചർച്ചയിൽ ഈ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തിയ മന്ത്രിതല ചർച്ചയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശമുണ്ടായത്. എന്നാൽ ഇത് അംഗീകരിക്കാതെ ആയതോടുകൂടിയാണ് ഇവർ ഈ ചർച്ചയിൽ നിന്ന് പിന്നീട് പുറത്തിറങ്ങി വരുന്ന സാഹചര്യമുണ്ട്. അതായത് ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ ആശാ വർക്കർമാർ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു തുടക്കത്തിലെന്ന നിലയിൽ ഒരു 3000 രൂപ ഒരു ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതിനുശേഷം ഒരു 3 മാസത്തേക്ക് വർദ്ധിക്കുക, അതിനുശേഷം പിന്നീട് സമിതിയെക്കുറിച്ചുള്ള അന്വേഷണമോ അല്ലെങ്കിൽ സമിതി നിയോഗിച്ചുള്ള അന്വേഷണമോ എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല, സമരം അവസാനിപ്പിക്കുന്നതിന് അത് മതിയാകും എന്ന് ഇവർ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ്. എന്നാൽ ഈ നിർദ്ദേശത്തെ അംഗീകരിക്കുവാൻ സർക്കാരും തയ്യാറാകുന്നില്ല. ഇപ്പോൾ സമരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 56 ദിവസം പിന്നിടുകയാണ് ഈ സമരം. നിരാഹാര സമരമാണെങ്കിൽ 18 ദിവസവും പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ശക്തമായ രീതിയിൽ തന്നെ ഈ സമരങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോഴും സമര സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് നടക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുള്ള തീരുമാനങ്ങൾ ഇങ്ങനെ ആകാതെ നിൽക്കുന്നതാണ് ഏറ്റവും ഒരു വേദനാജനകമായി തുടരുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ സമരസമിതിയിലെ MA ബിന്ദു കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ്, ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ തീരുമാനമായില്ല. തുടർ ചർച്ചയ്ക്ക് ഒരു സന്നദ്ധത അറിയിച്ചിരുന്നു. 3 ദിവസം പിന്നിടുന്നു. അതും എങ്ങനെ പിന്നീട് തീരുമാനം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, തീരുമാനം വരും. ഞങ്ങൾ ആ പൂർണ്ണ വിശ്വാസത്തിലാണല്ലോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞില്ലേ, ചർച്ച നടക്കും, സമരം സെറ്റിൽ ചെയ്യും. ആ സെറ്റിൽ ചെയ്യുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. രാപ്പകൽ സമരവും നിരാഹാര സമരവുമായിട്ട് ഇവിടെ ഉണ്ടാകും. 4 ദിവസം കൂടി പിന്നിടുമ്പോൾ 2 മാസത്തേക്ക് കിടക്കുകയാണ്. തൊഴിലാളി സമരങ്ങളല്ലേ, തൊഴിലാളി സമരങ്ങൾ പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് നടക്കാറുള്ളത്. പിന്നെ ഈ സമരം സെറ്റിൽ ചെയ്യാത്തതിൽ ചില ആളുകൾക്ക് ചില പിടിവാശിയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഈ ട്രേഡ് യൂണിയനുകളും പ്രത്യേകിച്ച് INTUC അടക്കം നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നലെ അതിനൊരു വിമർശനങ്ങൾ KPCയുടെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്തിരുന്നു. അല്ല, അതിനകത്തൊന്നും വിഷയമില്ല. അത് അവരുടെയും കൂടെ നിലനിൽപ്പിൻ്റെയൊക്കെ പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊന്നും കുഴപ്പമില്ല. മറിച്ച് നമ്മൾ ഉയർത്തുന്ന ഈ ഡിമാൻഡുകൾ ചർച്ച ചെയ്യണം, അത് പരിഹരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനിടയിൽ വരുന്ന ഇത്തരം പരാമർശങ്ങളോ ആക്ഷേപങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഫെബ്രുവരി 10-ാം തീയതി സമരം ആരംഭിച്ച് ഘട്ടം ഘട്ടമായിട്ട് സമരത്തെ ഒരു രീതി തന്നെ മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് നിയമസഭാ മാർച്ചായാലും ശരി, സെക്രട്ടേറിയറ്റ് മാർച്ചായാലും ശരി, വനിതാ സംഗമം അടക്കമുള്ള സംഘടിപ്പിച്ചുകൊണ്ട് ഇനി ഒരു 2 മാസത്തേക്ക് കടക്കുമ്പോൾ എന്താണ് സമരം ഏത് രീതിയിലേക്ക് കടുപ്പിക്കാൻ അല്ലെങ്കിൽ ഏത് രീതിയിലേക്ക് മാറുവാനാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അത് താമസിയാതെ അത് പ്രഖ്യാപിക്കും. നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, പലതരത്തിലുള്ള സമര പരിപാടികളും. അത് താമസിയാതെ പ്രഖ്യാപിക്കും. നമ്മൾ പലപ്പോഴും പറയും ഈ CPM ആണ് ഭരിക്കുന്നത്, തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആ സമയത്താണ് അതുപോലെ തന്നെ വനിതകൾക്ക് വേണ്ടിയിട്ട് ഒക്കെ നിലകൊള്ളുന്നവരാണെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ആ സമയത്താണ് ഇത്രയും വനിതകൾ ഇവിടെ രാപ്പകൽ സമരമിരിക്കുന്നത്. എന്നിട്ടും കരുണ കാണിക്കുന്നില്ല പിണറായി വിജയനും. അതുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അവരുടെ മുന്നിലുള്ള പ്രതിസന്ധികൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും വളരെ ന്യായമായ ഡിമാൻഡാണ് നമ്മൾ ഉന്നയിച്ചത്. അതെല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. തീർച്ചയായും അവർ അതിലേക്ക് വരും എന്നുള്ള ഒരു പൂർണ്ണമായ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. NHMന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾ അങ്ങോട്ട് സന്നദ്ധത അറിയിച്ചതിന് ശേഷം പിന്നെ എന്തെങ്കിലും നടപടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയിപ്പോ ലഭിച്ചിരുന്നോ? അല്ല, NHMന് അങ്ങനെ തനതായിട്ട് എന്ത് ചെയ്യാനാണ്? മിനിസ്ട്രി അല്ലേ തീരുമാനിക്കുന്നത്. മിനിസ്ട്രിയുടെ തന്നെയാണ്. ഇല്ല, മിനിസ്ട്രിയിൽ നിന്ന് അങ്ങനെ ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. വരും,
എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഇവിടെ ഉണ്ടാവും. ചർച്ചകൾ നടക്കണം. തീർച്ചയായിട്ടും ചർച്ചകളിലൂടെ ഇതുപോലുള്ള സമരങ്ങൾ സെറ്റിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചർച്ചകൾ നടക്കണം, ചർച്ച നടക്കും തീർച്ചയായിട്ടും. ദേവിക, അത് തന്നെയാണ്, സമവായം ഉണ്ടാകേണ്ടതുണ്ട്. 56 ദിവസം പിന്നിരുന്നു. 4 ദിവസം കൂടി കഴിയുമ്പോൾ ഈ സമരം ആരംഭിച്ച് 2 മാസം ആവുകയാണ്. ഈ ചർച്ചകൾ നടക്കണം, സമവായം ഉണ്ടാകണം. കാരണം ഒരുപാട് ജീവിതങ്ങളാണ്, നമ്മൾ പല ജീവിത സാഹചര്യങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നുകൊണ്ടാണ് ഇവിടെ സമരത്തിലേക്ക് ഇരിക്കുന്നത്. അവരുടേതായ ആവശ്യങ്ങളുണ്ട്, അങ്ങനെ ഇരിക്കുന്നവരാണ്. അപ്പോൾ ചർച്ചകൾ നടക്കണം, സമരത്തിൽ ഒരു സമവായം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും സമരസമിതി പറയുകയും ചെയ്യുന്നത്. പല പ്രതികൂല സാഹചര്യങ്ങളും അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഈ സമരസ്ഥലത്ത്. നമ്മുടെ വീട്ടിലെ ആയാലും ശരി, നമുക്ക് വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ സമരഭൂമിയിലിരിക്കുകയും സത്യാഗ്രഹം കിടക്കുകയും ഒക്കെ ചെയ്യുന്നത്. എത്രത്തോളമാണ് ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ വൈകിയ വേളയിലും? ഞങ്ങൾക്ക് 100% പ്രതീക്ഷയില്ല ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ പ്രതീക്ഷ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു ഞങ്ങളുടെ നേരെ സർക്കാർ കണ്ണു തുറക്കും, ഞങ്ങളുടെ ഭാഗം കേൾക്കാനുള്ള മനോഭാവം കാണിക്കും, അതിനുവേണ്ട കാര്യങ്ങൾ സർക്കാർ സ്വീകരിക്കുമെന്നാണ് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത്. 100% വിശ്വാസമുണ്ട്. സമരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് സമരത്തിലേക്ക് വരുന്നത്. വ്യക്തിപരമായിട്ടും പൂർണ്ണമായിട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഞങ്ങളുടെ വാർഡിലെ രോഗികളുടെ കാര്യത്തിൽ പോലും ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റാത്തൊരവസ്ഥ. കാരണം അവിടെ പോകണമെങ്കിൽ പോലും ഞങ്ങൾക്ക് പൈസ എനിക്ക് യാത്ര ചെയ്ത് തന്നെ പോകണം. ഞാൻ ആ ഏരിയയിലല്ല താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ട് എനിക്ക് നേരത്തെ നേരിടുന്നുണ്ട്. പിന്നെ വീട് സ്വന്തമായിട്ടില്ല, ഞാൻ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. എവിടുന്നാണ് വരുന്നത്? ഞാൻ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നാണ് വരുന്നത്. കുട്ടികൾ 4 മക്കൾ, ഹസ്ബൻഡ് ഇല്ല, രോഗിയായ ഒരു അച്ഛനുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും മക്കൾക്ക് 2 ആൾക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ്. ആരോഗ്യപരമായി ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികൾ 2 പേരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ അവസ്ഥയെ വെച്ചാണ് ഞാനിങ്ങനെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുട്ടികളെയൊക്കെ ആരായിരിക്കും നോക്കുന്നത്? കുട്ടികൾ മൂത്തയാൾക്ക് 18 വയസ്സായതാണ്. അപ്പോൾ അവർ തന്നെയാണ് അവരുടെ കാര്യങ്ങളും നോക്കുക. അത്യാവശ്യ കാര്യങ്ങളെല്ലാം എത്തിച്ച് കൊടുത്തിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ദേവിക, ഇതാണ് ഓരോരുത്തരുടെയും പരിസ്ഥിതി എന്ന് പറയുന്നത്. കാരണം ഇത്തരത്തിൽ പല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്, പല ജീവിത സാഹചര്യങ്ങളുള്ളവരാണ്, കുട്ടികളും കുടുംബവും ഒക്കെ ഉള്ളവരാണ്. ഇവരെല്ലാം കളഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആവശ്യമെന്ന നിലയിൽ ഈ സെക്രട്ടേറിയറ്റ് പടികൾ നിരാഹാര സമരവുമായും രാപ്പകൽ സമരവുമായും എല്ലാം ചെലവഴിക്കുന്നത്. അപ്പോൾ അധികൃതർ ഇവരുടെ പ്രതീക്ഷയുണ്ട് എന്നവർ അറിയിക്കുന്നുണ്ട്. സർക്കാർ ഈ ഒരു വൈകിയ വേളയിലും മുഖം തിരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും കൃത്യമായ പ്രതീക്ഷയോട് കൂടിയാണ് തങ്ങൾ ഇവിടെ എത്തിയത് എന്ന് ആശമാർ പറയുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന് പല ആവർത്തി പറയുമ്പോഴും ഒരു പറ്റം സ്ത്രീകളാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരമിരിക്കുന്നത്.